കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കുമെന്നാണ് യേശുനാഥൻ പറയുന്നത്. കരുണ കാണിക്കാൻ മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. കരുണ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ കൂടെയുള്ളവൻ്റെ ചെരുപ്പ് ധരിക്കാൻ മനസ്സുണ്ടാവുക. ഇത് പ്രയോഗമാണ്. അങ്ങനെ ഉദ്ദേശിച്ചാൽ ഇത്രയേ ഉള്ളൂ. ചെരുപ്പ് ധരിക്കുക എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോവുക എന്നല്ല, അവനിലേക്ക് ഇറങ്ങുക. ഞാൻ എൻ്റെ സ്ഥാനമാനങ്ങളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവനെ മനസ്സിലാക്കാൻ പറ്റില്ല. അവനായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അവനും ഒരു മനുഷ്യനാണ്. അവൻ അനുഭവിക്കുന്ന വേദനകളും അവൻ കടന്നു പോകുന്ന ദുരിതങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാരുണ്യം കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിധി എഴുതുന്നത് ഒരിക്കലും ശരിയാകണമെന്നില്ല. യഥാർത്ഥ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ചെരുപ്പുകൾ ധരിക്കുക. അവൻ്റെ ചെരുപ്പുകൾ ധരിപ്പിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ഓട്ടകൾ അറിയാൻ പറ്റും, അതുപോലെ അതിലെ കുത്തിക്കൊള്ളുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും, വേദന മനസ്സിലാകും. അത് ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവനെ പുറമേ നിന്ന് വിധിക്കരുത്. അവൻ ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇതിങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, അവനിലേക്ക് ഇറങ്ങുക, അവൻ്റെ ചെരുപ്പുകൾ ധരിക്കുക. അതിങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ആ മനോഭാവത്തോടു കൂടി ഇറങ്ങുമ്പോഴാണ് കാരുണ്യം കാണിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് കരുണയുള്ളവരായിട്ടും നമുക്ക് കാരുണ്യമുള്ളവരാണെന്ന് പറയുന്നു, എന്നാൽ ഉള്ളിൽ മാത്രം പോരട്ടോ കാരുണ്യം, അത് പ്രകടിപ്പിക്കാനും കൂടി പറ്റണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ചെരുപ്പുകൾ ധരിക്കുക, പ്രകടിപ്പിക്കുക. അയ്യോ എന്ന് പറഞ്ഞ് കുറേ കരഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ കുറേ വേദനിച്ചിരുന്നാൽ പോരാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഓരോ ദിവസവും എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുക. ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം.